തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനുള്ള കർമ്മ പദ്ധതി മൃഗസംരക്ഷണ വകുപ്പിന്റെ പങ്കാളിത്തത്തോടെ കൊല്ലം കോർപ്പറേഷൻ ആരംഭിച്ചു. നഗരപരിധിയിൽ നിന്ന് പിടികൂടുന്ന തെരുവ് നായ്ക്കളെ വന്ധീകരണ ശസ്ത്രക്രിയ നടത്തി പേവിഷബാധയ്ക്കെതിരായ കുത്തിവയ്പും എടുക്കുന്നതാണ് പദ്ധതി. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനുള്ള സ്ഥിരം സംവിധാനവും കോർപ്പറേഷൻ ഒരുക്കുന്നുണ്ട്. തെരുവുകളിൽ നിന്ന് പിടികൂടുന്ന നായ്ക്കളെ ഒരു ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷമാകും വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നത്. പേവിഷബാധയ്ക്കെതിരായ കുത്തിവയ്പ്പെടുത്ത് 2 ദിവസത്തെ ചികിത്സ നൽകിയ ശേഷം പിടികൂടിയ സ്ഥലത്ത് തന്നെ തിരികെ കൊണ്ടാക്കുന്നതാണ് SPCA സുരക്ഷാ പദ്ധതി. നായ്ക്കളെ പിടിച്ചുകൊണ്ടുവന്ന് വന്ധ്യംകരിച്ചതിന് ശേഷം അതിൻ്റെ ചെവിയിലൊരു വി ഷേപ്ഡ് മാർക്കിങ് ഉണ്ടാക്കിയതിന് ശേഷം അതിന് പേവിഷബാധയ്ക്കെതിരെ കുത്തിവയ്പ് നടത്തി അതാത് സ്ഥലങ്ങളിൽ കൊണ്ടുവിടാനാണ് ഉദ്ദേശിക്കുന്നത്. നഗരത്തിൽ പൊതുവെ തിരക്ക് കൂടുതലുള്ള റെയിൽവേ സ്റ്റേഷൻ, KSRTC ബസ് സ്റ്റാൻഡ്, ആശുപത്രി പരിസരങ്ങൾ എന്നിവിടങ്ങളിൽ അലഞ്ഞു നടക്കുന്ന നായ്ക്കളെയാണ് ആദ്യം വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുക. ഇപ്പം പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങൾ, ടൗൺ ഏരിയ, കോർപ്പറേഷൻ പരിധിയുള്ള എല്ലായിടത്തും പിടിക്കും. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കല്ലുവാതുക്കൽ, കരീപ്ര, നെടുമ്പന പഞ്ചായത്തുകളിലായി 486 തെരുവ് നായ്ക്കളെയാണ് കൊല്ലത്ത് വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. കോർപ്പറേഷൻ പരിധിയിൽ 1000 തെരുവ് നായ്ക്കളെ പിടികൂടി വന്ധീകരണത്തിന് വിധേയമാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനായി സ്ഥിരം സംഘത്തെ രൂപീകരിക്കുമെന്നും കോർപ്പറേഷൻ പ്രതിനിധികൾ അറിയിച്ചു. റിപ്പോർട്ടർ, കൊല്ലം.